MG യൂണിവേഴ്സിറ്റിയുടെ ഫസ്റ്റ് ഇയർ BSc കോംപ്ലിമെൻ്ററി സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ പേപ്പറായിട്ടുള്ള ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് ജൂലൈ 2022 പേപ്പറിലെ പാർട്ട് എ ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ ദ ടേം സ്റ്റാറ്റിസ്റ്റിക്സ്. സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞ ടേമിനെ നമ്മൾ പല രീതിയിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതിൽ കുറേ ഡെഫിനേഷൻസ് എല്ലാം സ്റ്റാറ്റിസ്റ്റിക്സ് ആസ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ എന്ന രീതിയിലാണ്. ചില ഡെഫിനേഷനുകൾ സ്റ്റാറ്റിസ്റ്റിക്സ് ആസ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് എന്ന രീതിയിലും. അപ്പോൾ ഞാനിതിൽ ആദ്യം പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് ആസ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആസ് എ സയൻസ് എന്നുള്ള രീതിയിലുള്ള ഡെഫിനേഷനാണ് നോക്കുന്നത്. അത് statistics can be defined as a science which deals with the collection, presentation, analysis and interpretation of numerical data. ഒരു ഡെഫിനേഷനും കൂടി ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. സ്റ്റാറ്റിസ്റ്റിക്സ് ആസ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ എന്നുള്ള ഡെഫിനേഷൻ കൂടി. അത് പറയുന്നത് that definition is according to Professor Horace Eckert. Statistics can be defined as aggregates of facts affected to a marked extent by multiplicity of causes, numerically expressed, enumerated or estimated according to reasonable standards of accuracy, collected in a systematic manner for a predetermined purpose and placed in relation to each other. Next question, define discrete data with an example. Discrete data is one of the classification of quantitative data which provides information about quantities. ഇപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയെ നമ്മൾ രണ്ടെണ്ണാക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിലൊന്നാണ് ഡിസ്ക്രീറ്റ് ഡാറ്റ, മറ്റൊന്ന് കണ്ടിന്യൂസ് ഡാറ്റയാണ്. അപ്പോൾ ഡിസ്ക്രീറ്റ് ഡാറ്റ എന്താണെന്ന് നോക്കാം. ഡിസ്ക്രീറ്റ് ഡാറ്റ ഇസ് ദ ഡാറ്റ ദാറ്റ് ക്യാൻ ടേക്ക് ഓൺലി പെർട്ടിക്കുലർ വാല്യൂസ് സച്ച് ആസ് ഇൻറ്റിജർ വാല്യൂസ്. എക്സാമ്പിൾ, നമ്പർ ഓഫ് സ്റ്റുഡൻസ് സ്റ്റഡിയിങ് ഇൻ എ ക്ലാസ്, നമ്പർ ഓഫ് മാർബിൾസ് ഇൻ എ ജാർ, എക്സെട്ര. അടുത്ത ക്വസ്റ്റ്യൻ, ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ക്ലാസ് ലിമിറ്റ്സ് ആൻഡ് ക്ലാസ് ബൗണ്ടറീസ്. അപ്പോൾ നമുക്ക് എന്താ നോക്കാം. Class limits are the lowest and highest values that can be included in a class. Class boundaries are class limits of the actual classes. ആക്ച്വൽ ക്ലാസ്സസ് എന്ന് പറഞ്ഞാൽ നമ്മളതിനെ എക്സ്ക്ലൂസീവ്, ഇപ്പോൾ ഇൻറ്റേർണൽ ഇൻക്ലൂസീവ് ക്ലാസ്സസ് ആണ് തന്നതെങ്കിൽ നമ്മളതിനെ എക്സ്ക്ലൂസീവ് ക്ലാസ്സാക്കി മാറ്റുമല്ലോ. ദാറ്റ് ഈസ് ദ ആക്ച്വൽ ക്ലാസ്സസ്. They are the values which are halfway between the upper limit of one class and lower limit of the next class. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ക്ലാസ്സസ് ഓഫ് ദ ഫോം ഇപ്പം 10 to 19, 20 to 29 എന്നൊക്കെ പറയുകയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ലിമിറ്റുകൾ, ഇതിനെ നമ്മൾ ക്ലാസ് ലിമിറ്റ്സ് എന്ന് പറയുന്നത്. ലോവർ ലിമിറ്റ് 10, അപ്പർ ലിമിറ്റ് 19. എന്നപ്പോൾ നമ്മൾ എക്സ്ക്ലൂസീവ് ക്ലാസ്സസ് ആക്കി കഴിഞ്ഞാൽ ആ എക്സ്ക്ലൂസീവ് ക്ലാസ്സസിൻ്റെ അല്ലെങ്കിൽ ആക്ച്വൽ ക്ലാസ്സസിൻ്റെ ക്ലാസ് ലിമിറ്റ്സിനെ നമ്മൾ ക്ലാസ് ബൗണ്ടറീസ് എന്ന് പറയുന്നു. ഇപ്പോൾ ഇതിനെ ഞാൻ ആക്ച്വൽ ക്ലാസ് ആക്കി. ഇപ്പോൾ 9.5 to 19.5. ഹിയർ ഇറ്റ്സ് 19.5 to 29.5. ഇത്തരം ക്ലാസ്സുകളെ നമ്മൾ എന്ത് പറയുന്നു, ഇത്തരം ക്ലാസ് ലിമിറ്റ്സിനെയാണ് നമ്മൾ ക്ലാസ് ബൗണ്ടറീസ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, മെൻഷൻ എനി ടു സിറ്റുവേഷൻസ് വേർ സാമ്പിളിംഗ് ഓൺലി ക്യാൻ ബി അഡോപ്റ്റഡ്. അപ്പോൾ സാമ്പിളിംഗ് മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ, വെൻ ദ പോപ്പുലേഷൻ ഇസ് ഇൻഫിനിറ്റ്, സാമ്പിളിംഗ് ഇസ് ദ ഓൺലി മെത്തേഡ് ദാറ്റ് ക്യാൻ ബി അഡോപ്റ്റഡ്. അപ്പം ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ഐറ്റംസ് പോപ്പുലേഷനിലുണ്ടെങ്കിൽ നമുക്ക് സെൻസസ് ഉപയോഗിച്ചിട്ട് ഡാറ്റ കളക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പം സാമ്പിളിംഗ് മാത്രമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ്. ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഇൻ സർട്ടൺ കേസസ് സെൻസസ് വിൽ ബി ഡിസ്ട്രക്റ്റീവ്. For example, measuring the lifetime of an electric bulb. In such cases, data can be accessed only using sampling. ഇപ്പോൾ ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള കേസുകളിൽ സാമ്പിളിംഗ് ഉപയോഗിച്ചിട്ട് എല്ലാ ഐറ്റങ്ങളും ടെസ്റ്റ് ചെയ്യുന്നത് ഡിസ്ട്രക്റ്റീവായ കേസിൽ നമുക്ക് കുറച്ചെണ്ണം മാത്രം എടുത്തിട്ട് ഡാറ്റ കളക്ട് ചെയ്യുന്ന സാമ്പിളിംഗ് മെത്തേഡേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ജോമെട്രിക് മീൻ ആൻഡ് ഹാർമോണിക് മീൻ ഓഫ് ദ ഡാറ്റ 2, 6, 4, 7 and 1. അപ്പോൾ നമുക്ക് ഈ ഡാറ്റയുടെ ജോമെട്രിക് മീനും ഹാർമോണിക് മീനും എന്താണെന്ന് കണ്ടുപിടിക്കാം. ആദ്യം നമുക്ക് ജോമെട്രിക് മീൻ എന്താണെന്ന് നോക്കാം. അപ്പോൾ ജോമെട്രിക് മീന് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഇവിടെ ആക്ച്വൽ ആയിട്ടുള്ള ഫോർമുല ഉപയോഗിച്ചിട്ടാണ്. ജോമെട്രിക് മീൻ ഇസ് ഡിഫൈൻഡ് ആസ് nth റൂട്ട് ഓഫ് ദി പ്രോഡക്റ്റ് ഓഫ് ദി ഒബ്സർവേഷൻ. ഇവിടെ ചെറിയ നമ്പേഴ്സേ ഉള്ളൂ, നമുക്ക് ആ റിസൾട്ട് ഉപയോഗിച്ചിട്ട് ജോമെട്രിക് മീൻ കണ്ടുപിടിക്കാം. അപ്പോൾ വാട്ട് ഇസ് ജോമെട്രിക് മീൻ ഓഫ് n ഒബ്സർവേഷൻസ്? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് nth റൂട്ട് ഓഫ് the product of the observation. Observation x1, x2, etc. xn ആണെങ്കിൽ nth root of x1, x2, etc. into xn.
അപ്പോൾ ഈ കേസിൽ n is equal to 5 ആണ് അല്ലേ. 5 ഒബ്സർവേഷൻസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. സോ ജോമെട്രിക് മീൻ ഇസ് ഫിഫ്ത്ത് റൂട്ട് ഓഫ് 2 into 6 into 4 into 7 into 1, which is equal to fifth root of 336, that is 336 whole raised to 1/5 എന്ന് നമുക്ക് എഴുതാം. ആൻഡ് ദ ആൻസർ ഈസ് 3.2. അപ്പോൾ ഇതാണ് നമ്മളുടെ ജോമെട്രിക് മീൻ കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഈ വാല്യൂസിൻ്റെ ഹാർമോണിക് മീൻ എന്താണെന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് എക്സ് വാല്യൂസ് തന്നിട്ടുണ്ട്. എക്സ് വാല്യൂസ് ആയിട്ട് നമുക്ക് 2, 6, 4, 7, 1 എടുക്കാം. ഇനി നമുക്ക് ഹാർമോണിക് മീൻ കാണാനുള്ള ഫോർമുല എന്താണെന്ന് നോക്കാം. ഹാർമോണിക് മീൻ ഇസ് ഈക്വൽ ടു, ദിസ് ഇസ് എ റോ ഡാറ്റ, സോ ഹാർമോണിക് മീൻ ഇസ് ഈക്വൽ ടു n ഡിവൈഡഡ് ബൈ സമ്മേഷൻ 1/x. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എക്സുകളുടെ റെസിപ്രോക്കൽ കാണാം 1/x. അപ്പോൾ 1/2 ഇസ് 0.5, 1/6 is 0.167, 1/4 is 0.25, 1/7 is 0.143 and 1. അപ്പോൾ നമുക്ക് 1/x എന്ന് പറഞ്ഞ കോളം കിട്ടി. നമുക്ക് അവരുടെ സമ്മാണ് ആവശ്യം. സമ്മേഷൻ 1/x is equal to 2.06 എന്നാണ് വരുന്നത്. അപ്പോൾ therefore harmonic mean is equal to n divided by, n is 5. 5 divided by summation 1/xi, that is 2.06, and the answer is 2.43. ഇതാണ് ഈ തന്നിരിക്കുന്ന വാല്യൂസിൻ്റെ ഹാർമോണിക് മീൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഡിഫൈൻ വെയ്റ്റഡ് ജോമെട്രിക് മീൻ. അപ്പോൾ നമ്മൾ സാധാരണ കാണുന്നത് വെറും ജോമെട്രിക് മീൻ, നമ്മൾ സിമ്പിൾ ജോമെട്രിക് മീൻ എന്നാണ് പറയുന്നത്. അവിടെ എല്ലാ ഡാറ്റ വാല്യൂസിനും ഒരേ ഈക്വൽ ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. എന്നാൽ നമുക്ക് ഡാറ്റ വാല്യൂസിന് ഓരോന്നിനും ഓരോ ഇമ്പോർട്ടൻസ് ആണ് വരുന്നത്, അല്ലെങ്കിൽ ഓരോ വെയ്റ്റുകളാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് വെയ്റ്റഡ് ജോമെട്രിക് മീൻ. അപ്പോൾ ലെറ്റ് x1, x2, etc. xn be n observations and w1, w2, etc. wn be their corresponding weights. Then the weighted geometric mean is given by, weighted geometric mean is equal to antilog of summation wi log xi divided by summation wi. അതായത് നമ്മൾ ഗ്രൂപ്പ്ഡ് ഡാറ്റയിലും അൺഗ്രൂപ്പ്ഡ് ഡാറ്റയിലെല്ലാം ജോമെട്രിക് മീൻ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഫോർമുല, അവിടെ ഫ്രീക്വൻസികൾ വരുന്ന സ്ഥാനത്ത് ഇവിടെ വെയ്റ്റുകൾ കൊടുത്താൽ മതി. ആൻറ്റിലോഗ് ഓഫ് സമ്മേഷൻ wi log xi ഡിവൈഡഡ് ബൈ സമ്മേഷൻ wi. ഈ ഫോർമുല ഉപയോഗിച്ചിട്ടാണ് വെയ്റ്റഡ് ജോമെട്രിക് മീൻ നമ്മൾ കണ്ടുപിടിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഡിഫൈൻ ഹാർമോണിക് മീൻ ആൻഡ് ഗീവ് ദ ഫോർമുല ഫോർ ഒബ്റ്റെയിനിങ് ഹാർമോണിക് മീൻ from a grouped frequency table. Harmonic mean is defined as the reciprocal of the arithmetic mean of the reciprocal of the observations. Harmonic mean in grouped frequency distribution is given by, harmonic mean is equal to capital N divided by summation f by x. ഇവിടെ x എന്ന് പറയുന്നത്, x denotes the mid values of the classes, f represents their frequencies, and capital N is equal to total frequency. Define dispersion. The tendency of observation in a group to deviate from the average or central value is known as dispersion. അപ്പോൾ dispersion എന്ന് പറഞ്ഞാൽ അതിൻ്റെ scatteredness ആണ്. It refers to the scatteredness or variation of observations in a data. The various measures of dispersion, ഇവിടെ ഞാൻ പറയുന്നത് ആബ്സല്യൂട്ട് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ്റെ പേരുകളാണ് റേഞ്ച്, ക്വാർട്ടൈൽ ഡീവിയേഷൻ, മീൻ ഡീവിയേഷൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ ദ മൂമെൻറ്റ് മെഷർ ഓഫ് സ്ക്യൂനെസ്. അപ്പോൾ മൂമെൻറ്റ് മെഷർ ഓഫ് സ്ക്യൂനെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ മെഷർ ഓഫ് സ്ക്യൂനെസ് ബേസ്ഡ് ഓൺ മൂമെൻറ്റ്സ്. ദ മൂമെൻറ്റ് മെഷർ ഓഫ് സ്ക്യൂനെസ് ഇസ് ഗിവൺ ബൈ β1 is equal to μ3 square divided by μ2 cube, and gamma 1 is equal to root of β1, which is equal to μ3 divided by sigma cube. അതായത് μ2 എന്ന് പറയുന്നത് വേരിയൻസ് ആണ്. അപ്പോൾ അതിൻ്റെ റൂട്ട് എടുക്കുമ്പോൾ റൂട്ട് ഓഫ് μ2 എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് വേരിയൻസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, അതുകൊണ്ടാണ് ഇവിടെ സിഗ്മ വന്നിരിക്കുന്നത്.
അപ്പം രണ്ട് മൊമെൻറ്റ് മെഷേഴ്സ് ഉണ്ട്. വൺ ഇസ് β1 which is mu3 square divided by mu2 cube, and other one is gamma1 which is mu3 divided by sigma cube. The frequency distribution will be positively skewed, negatively skewed or symmetric according as mu3 is positive, negative or 0. Next question. Given the second, third and fourth central moments as 50, 100 and 6600 respectively, obtain the measure of kurtosis. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് സെക്കൻഡ് സെൻട്രൽ മൊമെൻ്റ് ഉണ്ട്, ദറ്റ് ഇസ് mu2 is equal to 50 എന്ന് തന്നിരിക്കുന്നു. mu3 is given as third central moment is 100 and fourth central moment mu4 is equal to 6600 എന്ന് തന്നിട്ടുണ്ട്. മെഷർ ഓഫ് കർട്ടോസിസ് ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബേസിസിൽ മെഷർ ഓഫ് കർട്ടോസിസ് β2 നമുക്ക് കണ്ടുപിടിക്കാം. β2 is equal to mu4 ഡിവൈഡഡ് ബൈ mu2 സ്ക്വയർ ആണ്. അതായത് സെക്കൻഡും ഫോർത്തും സെൻട്രൽ മൊമെൻ്റ് അവിടെ ആവശ്യമുള്ളൂ. ദറ്റ് ഇസ് ഈക്വൽ ടു 6600 ഡിവൈഡഡ് ബൈ mu2 സ്ക്വയർ, ദറ്റ് ഈസ് 50 സ്ക്വയർ എന്നാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വരുന്ന ആൻസർ 2.64 എന്നാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഈ കിട്ടിയിരിക്കുന്ന ആൻസർ ദിസ് ഇസ് ലെസ് ദാൻ 3 അല്ലേ. ഇപ്പോൾ β2ൻ്റെ വാല്യൂ ലെസ് ദാൻ 3 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗിവൺ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ആ ഗിവൺ ഡിസ്ട്രിബ്യൂഷൻ്റെ കർവ് പ്ലാറ്റി കർട്ടിക് ആയിരിക്കും. ദിസ് ഇസ് പ്ലാറ്റി കർട്ടിക്. അപ്പം കർട്ടോസിസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു മെഷർ കൂടിയുണ്ട്. γ2 മനസ്സിൽ എഴുതാം. γ2 is equal to β2 minus 3, that is 2.64 minus 3 എന്ന് എഴുതാം, and that is equal to 0.36. അപ്പോൾ this is minus 0.36. അപ്പോൾ ഇത് നെഗറ്റീവ് ആയതുകൊണ്ടും നമുക്ക് പറയാം ദ ഡിസ്ട്രിബ്യൂഷൻ ഇസ് പ്ലാറ്റി കർട്ടിക്. അടുത്ത ക്വസ്റ്റ്യൻ. കാൽക്കുലേറ്റ് സിമ്പിൾ എർത്തമാറ്റിക് മീൻ ഇൻഡെക്സ് നമ്പർ ഫ്രം ദ ഫോളോയിങ് ഡാറ്റ. ഇവിടെ ഐറ്റംസ് തന്നിട്ടുണ്ട് ABCD. പ്രൈസ് ഇൻ 2010 തന്നിട്ടുണ്ട്, പ്രൈസ് ഇൻ 2015 തന്നിട്ടുണ്ട്. ഇനി നമുക്ക് സിമ്പിൾ എർത്തമാറ്റിക് മീൻ ഇൻഡെക്സ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പം സിമ്പിൾ എർത്തമാറ്റിക് മീൻ ഇൻഡെക്സ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ ഈ പ്രൈസ് ഇൻ 2010 2015 ആണല്ലോ. അപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇയർ ആണ് നമ്മൾ കറണ്ട് ഇയർ ആയിട്ട് എടുക്കാം. കറണ്ട് ഇയറിൻ്റെ പ്രൈസിനെ നമുക്കിവിടെ P1 കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യാം. ആൻഡ് കുറച്ച് ദൂരെയുള്ള ഇയറിന് ദറ്റ് ഈസ് ബേസ് ഇയർ ആയിട്ട് എടുക്കാം. ആൻഡ് അതിന് നമുക്ക് P0 ആ പ്രൈസുകളെ P0 കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് P0കളും P1കളും തന്നിട്ടുണ്ട്. ഇനി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് P1 ഡിവൈഡഡ് ബൈ P0 ഇൻറ്റു 100. അപ്പോൾ ഓരോ ഐറ്റത്തിന് കറസ്പോണ്ടിങ് ആയിട്ടും P1 ബൈ P0 ഇൻറ്റു 100 എന്ന് പറയുന്ന സാധനം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. നമ്മളതിനെ എക്സ് എന്ന് പേര് കൊടുക്കാം. അപ്പോൾ ആദ്യം എ എന്ന് പറഞ്ഞ ഐറ്റത്തിൻ്റെ നേരെ വരുമ്പോൾ P1 is 30 ഡിവൈഡഡ് ബൈ 20 ഇൻറ്റു 100 ആണ് വരുന്നത്. ആൻഡ് ദ ആൻസർ ഇസ് 150. അതായത് ബി എന്ന് പറഞ്ഞ ഐറ്റം വരുമ്പോൾ 50 ഡിവൈഡഡ് ബൈ 40 ഇൻറ്റു 100 ആൻഡ് ദ വാല്യൂ ഈസ് 125. സി എന്ന് പറഞ്ഞ ഐറ്റത്തിന് നേരെ വരുമ്പോൾ 60 ബൈ 30 ഇൻറ്റു 100 ആൻഡ് ദ വാല്യൂ ഈസ് 200. ഡി എന്ന് പറഞ്ഞ ഐറ്റത്തിൻ്റെ നേരെ വരുമ്പോൾ 80 ബൈ 50 ഇൻറ്റു 100 ആൻഡ് ദ വാല്യൂ ഈസ് 160. അപ്പോൾ നമുക്ക് എക്സ് വാല്യൂസ് കിട്ടി വിച്ച് ആർ P1 ബൈ P0 ഇൻറ്റു 100. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സിമ്പിൾ എർത്തമാറ്റിക് മീൻ ഇൻഡെക്സ് നമ്പറാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു സമ്മേഷൻ എക്സ് ബൈ എൻ. അപ്പോൾ ഈ എക്സുകളുടെ സമ്മ് കാണുക. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് എക്സുകളുടെ സമ്മ് കാണുന്നു. സമ്മേഷൻ എക്സ് ഇസ് ഈക്വൽ ടു 635 എന്നാണ് കിട്ടുന്നത്. Therefore, simple arithmetic mean index number is equal to 635 divided by n. n എന്ന് പറഞ്ഞാൽ ഇവിടെ 4 ഐറ്റംസ് ആണല്ലോ ഉള്ളത്. അപ്പോൾ ഡിവൈഡഡ് ബൈ 4 എന്ന് കൊടുക്കാം. ആൻഡ് ദ ആൻസർ ഇസ് ഈക്വൽ ടു 158.75. അപ്പോൾ ഇതാണ് നമ്മളുടെ സിമ്പിൾ എർത്തമാറ്റിക് മീൻ ഇൻഡെക്സ് നമ്പർ. അടുത്ത ക്വസ്റ്റ്യൻ. ഡിഫൈൻ Laspeyre's index number. Laspeyre's index number is an index number calculated using weighted aggregative method.
ഇപ്പോൾ വെയ്റ്റഡ് അഗ്രഗേറ്റീവ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു ഇൻഡെക്സ് നമ്പറാണ് ലാസ്പിയേഴ്സ് ഇൻഡെക്സ് നമ്പർ. അപ്പോൾ നമ്മളിപ്പോൾ ലാസ്പിയേഴ്സ് പ്രൈസ് ഇൻഡെക്സ് നമ്പറിൻ്റെ ഫോർമുലയാണ് പറയുന്നത്. അപ്പം ലാസ്പിയേഴ്സ് ഇൻഡെക്സ് നമ്പറിൽ നമ്മൾ വെയ്റ്റുകൾ കൊടുക്കണം. അപ്പം നമ്മളോട് വെയ്റ്റുകളായിട്ട് കൊടുക്കാൻ പോകുന്നത് ബേസ് ഇയർ ക്വാണ്ടിറ്റീസിനെയാണ് നമുക്കിവിടെ വെയ്റ്റുകളായിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ the formula for Laspeyre's index number is given as L is equal to summation Q0 P1 divided by summation Q0 P0 into 100. Here P0 and P1 represents the base year and current year prices, and Q0 represents the base year quantity.